നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. കന്നഡ സൂപ്പർ താരങ്ങളായ ശിവരാജ് കുമാർ, രാജ്ബി ഷെട്ടി, ഉപേന്ദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ചിത്രം 45ന്റെ ട്രെയിലർ പുറത്ത്. പ്രശസ്ത സംഗീത സംവിധായകൻ അർജുൻ ജന്യ സംവിധായകനായ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണിത്. വമ്പൻ ആക്ഷൻ രംഗങ്ങളും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങളും നൽകുന്ന ഒരു ദൃശ്യവിസ്മയമായിരിക്കും 45 എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത്. Let's go. എന്റെ പ്രശ്നം എനിക്കല്ല അറിയൂ. என்ன சொன்னா? മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള WWE സ്റ്റൈൽ ആക്ഷൻ കോമിക് ചിത്രമായ ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസിന്റെ ടൈറ്റിൽ ട്രാക്ക് പുറത്ത്. വിനായക് ശശികുമാർ, ഫെജോ എന്നിവർ ചേർന്നാണ് ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത്. അർജുൻ അശോകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ റോഷൻ മാത്യു, ഇഷാൻ ഷൌക്കത്ത്, വിശാഖ് നായർ, പൂജ മോഹൻദാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. రింగ్ చదుర కంట హార్ట్ 200 కొట్టాడా കാറ്റിൽ പൊടി പറന്നു രണ്ടിയടാ ഗ്രാമം ഇനി പമ്പരച്ചുട്ടാടാ റെഡി. ദിലീപ് നായകനായി എത്തുന്ന ചിത്രം ഭബ്ബായിലെ ആദ്യ ഗാനം പുറത്ത്. അഴിഞ്ഞാട്ടം എന്ന ടൈറ്റിലൂടെ പുറത്തു വന്ന ഗാനം ആലപിച്ചത് MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, നിരൻ സുരേഷ് എന്നിവർ ചേർന്നാണ്. ദിലീപും മോഹൻലാലും ചുവടുവയ്ക്കുന്ന ഈ ഗാനത്തിന് നൃത്തമൊരുക്കിയത് സാൻഡി മാസ്റ്ററാണ്. ഇരുവരുടെയും തകർപ്പൻ നൃത്ത ചുവടുകൾ തന്നെയാണ് ഗാനത്തിന്റെ ഹൈലൈറ്റ്. ഡിസംബർ 18-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുക. മണിരത്നം സംവിധാനം ചെയ്ത് നാഗാർജുനയും ഗിരീഷ ഷട്ടാറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഗീതാഞ്ജലി 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 4K പതിപ്പിലാണ് ചിത്രം റീ റിലീസിനെത്തുന്നത്. തെലുങ്കിൽ മണിരത്നം സംവിധാനം ചെയ്ത ഒരേ ഒരു ചിത്രമാണിത്. മരണാസന്നരായ രണ്ടുപേരുടെ പ്രണയകഥയാണ് ചിത്രം പറയുന്നത്. 1989-ലാണ് ചിത്രം റിലീസ് ചെയ്തത്. വനമാലി പ്രൊജക്ടിന്റെ ബാനറിൽ തെലുങ്ക് സംവിധായകൻ ഭാസ്കർ ബന്ദുപള്ളി എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഗരികയുടെ ചിത്രീകരണം പൂർത്തിയായി. തെലുങ്കിലും മലയാളത്തിലുമായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ പുതുമുഖങ്ങളായ റിഷാനും അഞ്ജന ആർ നായരുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആലിയ ഷാൻ, കലേറ്റുങ്കര, ജോർദൻ, ബ്രിയാനി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഹൈദരാബാദ്, കൊച്ചി, കാലടി, കടമക്കുടി എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടന്നത്. ഹൊറർ ത്രില്ലർ ജോണറിൽ നിർമ്മിക്കുന്ന ചിത്രം ഭാസ്കർ ബന്ദുപള്ളിയുടെ ആദ്യ മലയാള സിനിമയാണ്.